നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടി തനിക്ക് ബസ്സിൽ ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് ബസ്സിൽ നിൽക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ആ വീഡിയോയിലൊന്നും തന്നെ മോശമായിട്ട് ആ യുവാവ് ചെയ്യുന്നതായിട്ട് ഒന്നും തന്നെ ആ പെൺകുട്ടിയെ ചെയ്യുന്നതായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം ആ യുവതിക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ആ വീഡിയോ വൈറലായതിന് പിന്നാലെ ആ യുവാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിനുശേഷം പലതരത്തിലുള്ള ട്രോളുകൾ ഉയർന്നു വന്നിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം പല റീൽസുകളിലും നമ്മൾ കണ്ടതാണ്. കാരണം ഇനി ഇങ്ങനെയാണെങ്കിൽ ബസ്സിൽ കയറി സഞ്ചരിക്കുമ്പോൾ ഒരു പെൺകുട്ടി മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ ചിത്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള റീലുകളും ട്രോളുകളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴും നമുക്ക് പല ബസ്സുകളിലും സഞ്ചരിക്കുമ്പോൾ പല ആളുകളും പല പെൺകുട്ടികളും പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഒരു വീഡിയോ വൈറലാവുകയാണ്. ഇതും ഒരു യുവതി ഇത്തരത്തിൽ ചിത്രീകരിച്ചതാണ്. ആ യുവതിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വളരെ മോശം അനുഭവം, അത് കാണുന്ന നമുക്ക് പോലും അത് വളരെ മോശമായി തന്നെ തോന്നുന്ന ഒരു കാര്യം ആ പെൺകുട്ടി അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് തെളിവ് സഹിതം തന്നെ ആ പെൺകുട്ടി അത് ചിത്രീകരിച്ചു. അതിൽ അയാൾ ആ മോശം പ്രവൃത്തി പൊതുവായ സ്ഥലത്തിരുന്ന് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം പെൺകുട്ടി പറയുന്ന വാക്കുകൾ, അവൾ പറഞ്ഞിട്ടുള്ള വളരെ ബോൾഡായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ വൈറലാവുകയാണ്. എനിക്ക് തോന്നുന്നു നിരവധി ആളുകൾ ഇതിനോടകം വീഡിയോ കണ്ടു കാണണം. റെയിൽവേ സ്റ്റേഷനിൽ മധ്യവയസ്കനിൽ നിന്നുണ്ടായ മോശം അനുഭവം വിവരിച്ചാണ് യുവതി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോയാണ് വൈറലാകുന്നത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നോക്കി സ്വയംഭോഗം നടത്തിയ മധ്യവയസ്കനെ കുറിച്ചാണ് യുവതി വീഡിയോയിൽ പറയുന്നത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് യാസ്മിൻ എന്ന യുവതിക്ക് ഇത്തരത്തിൽ മോശം അനുഭവമുണ്ടായത്. അത് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അവരത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു കാരണവശാലും അവരത് ഡിലീറ്റ് ചെയ്യുകയില്ല എന്ന യുവതി പറയുന്നുണ്ട്. കാരണം അത്രയേറെ ട്രോമയായിരിക്കും ആ യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുക. പുലർച്ചെ 1:30 ടൈമാണെന്ന് പറയുന്നു. ഒരു പക്ഷേ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് വന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രയ്ക്കായിട്ട് ട്രെയിൻ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണോ എന്നറിയില്ല. അതിനെക്കുറിച്ചൊന്നും ആ പെൺകുട്ടി പറയുന്നില്ല. സംഭവത്തിൽ യുവതി പരാതി നൽകിയെന്നാണ് വിവരം. രാത്രി 1:30യോടെയാണ് ഈ സംഭവമെന്നും യുവതി പറയുന്നുണ്ട്. അതും ക്യാമറ ഓൺ ചെയ്ത യുവതി പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്: ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഇമാതിരി തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ കുറേ കലിപ്പന്മാർ ഇറങ്ങും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്. ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന് മുമ്പിലാണ് ഇമാതിരി ചെറ്റത്തരം അയാൾ ചെയ്യുന്നത്. തെളിവോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം യുവതി മധ്യവയസ്കൻ ഇത്തരത്തിൽ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവിടെ ഉള്ള ഒരു ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ടാവും. അവിടെ ഒരു ബെഞ്ചിലിരുന്ന് കണ്ട് ഇത്തരത്തിൽ സ്വയംഭോഗം, തുണിയൊക്കെ മാറ്റി സ്വയംഭോഗം ചെയ്യുന്ന വീഡിയോ യുവതി ഈ വീഡിയോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസുമല്ല, ഇത് ആ പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ദുരനുഭവമാണ്. അവൾ അത് കൃത്യമായി തന്നെ തെളിവ് സഹിതം അത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ പറയുന്നത് ഞാൻ അയാളുടെ മുഖം ബ്ലർ ചെയ്യില്ല, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഇയാൾക്ക് കുട്ടികളുണ്ടാകും, കുടുംബം ഉണ്ടാകുമെന്നും പറഞ്ഞും ആരും വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തനിക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ തൻ്റെ പേഴ്സണലി വന്ന മെസ്സേജോ അയക്കേണ്ട. കുടുംബവും കുട്ടികളും ഉണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ബോധത്തോടെ ജീവിക്കാൻ അയാൾ പഠിക്കണം. അതുകൊണ്ട് ഒരിക്കലും വീഡിയോ ഡിലീറ്റ് ചെയ്യില്ലെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. യാസ്മിൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ, ആ ഒരു പെൺകുട്ടിയുടെ പേജിൽ ഈ വീഡിയോ കാണാനായിട്ട് സാധിക്കും. നിരവധി ആളുകൾ അതെടുത്ത് അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കാരണം തെളിവ് സഹിതം തന്നെയാണ് ആ പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പെൺകുട്ടി എടുത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പലപ്പോഴും ഈ പീഡനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുവതികൾക്കെതിരെ മോശം അനുഭവം ഉണ്ടായതായിട്ട് അവർ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ, എല്ലാവരെയും പറയല്ല, സമൂഹത്തിൽ ഇപ്പോഴും ഒരു കൂട്ടം ആളുകൾ അവരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രം കാണിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കാണിക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ ശരീരം കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ടല്ലേ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് എന്തർത്ഥത്തിലാണ് പറയുന്നത് എന്നറിയില്ല. കാരണം അങ്ങനെ
ഒരു വസ്ത്രത്തിൻ്റെ പേരിലാണ് ഒരു യുവതിയോട് ആണുങ്ങൾ ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നതെങ്കിൽ കൊച്ചുകുട്ടികൾ വരെ 3-4 വയസ്സുള്ള കൊച്ചുകുട്ടികൾ വരെ ഇവിടെ പീഡനത്തിന് ഇരയാകുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ആ കുഞ്ഞു ശരീരത്തിൽ എന്ത് കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വളരെ മോശമായി പെരുമാറുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി എടുത്തു പറഞ്ഞിരിക്കുന്നത്, പർദ്ദയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. പർദ്ദ എന്ന് പറയുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് മുഴുവനായിട്ട് ശരീരം മറയ്ക്കുന്ന വസ്ത്രമാണ്. അത്തരത്തിലൊരു വസ്ത്രം, അതായത് ആ യുവതി ഉദ്ദേശിക്കുന്നത് യുവതി എവിടെയും തൻ്റെ ശരീരഭാഗം ഒന്നും തന്നെ കാണിക്കുന്നില്ല. എന്നിട്ട് പോലും ഈ ഒരു വസ്ത്രം ധരിച്ചിട്ട് പോലും സുരക്ഷിതമല്ല എങ്കിൽ ആ ഒരു കാര്യത്തെയാണ് ആ പെൺകുട്ടി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മറ്റാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ നിരവധി ആളുകൾ, എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആളുകളും യുവതിയെ പിന്തുണച്ചു തന്നെയാണ് രംഗത്ത് വരുന്നത്. വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതും തീർച്ചയായിട്ടും നിയമപരമായി ഇതിനെ നേരിടണമെന്നും ചിലർ കമൻ്റായി കുറിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ ആ യുവതി ഇതിനെ നേരിടണം. കൃത്യമായിട്ട് പോലീസിൽ ഇത് തെളിവ് സഹിതം അത് കൊണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കുക തന്നെ വേണം. ആ ചെയ്യുന്ന ആൾ ഒരുപക്ഷെ വിചാരിച്ചു കാണും പുലർച്ചെ നേരമാണ്, ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, അവളെ എവിടെ പ്രതികരിക്കാനാണ്, അല്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ ഒരു സുഖത്തിന് വേണ്ടി ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ അവളത് കണ്ട് മിണ്ടാതെ പൊക്കോളും എന്നുള്ളത് എന്തൊരു ലൈംഗിക വൈകൃതമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രത്തോളം ട്രോമയാണ് അത് ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ജീവിതകാലം മൊത്തം ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള ഈ ഒരു മാനസിക ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇത് കാണുന്ന കേൾക്കുന്ന നമുക്കുണ്ടെങ്കിൽ അത് നേരിട്ട് അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് അത്തരത്തിലൊരു മോശം അനുഭവം അനുഭവിക്കേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ ദുരവസ്ഥ നമുക്കിവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നല്ല, ഇതിനു മുമ്പും നമുക്കറിയാം. കഴിഞ്ഞ വർഷവും കൊല്ലത്ത് ഒരു ഓട് ബസ്സിലും ഇത്തരത്തിലൊരു യുവതിക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിരുന്നു. കൊല്ലത്തേക്ക് സഞ്ചരിച്ച KSRTC ബസ്സിൽ വെച്ചിട്ടാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത്. അന്ന് മാവേലിക്കരയിലേക്കുള്ള ഫാസ്റ്റ് പാസഞ്ചറിൽ യാത്ര ചെയ്യുകയായിരുന്നു യുവതി. ബസ് മേവറം കഴിഞ്ഞതോടെയാണ് അടുത്ത സീറ്റിലിരിക്കുന്നയാൾ തന്നെ നോക്കിയിരുന്ന് സ്വയഭോഗം ചെയ്യുന്നത് യുവതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബസ്സിൽ പൊതുവെ യാത്രക്കാരും കുറവായിരുന്നു. അതിക്രമത്തിന്റെ വീഡിയോ പകർത്തിയ യുവതി ദുരനുഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെടുകയും യുവതി ചിത്രീകരിച്ച വീഡിയോയിൽ യാത്രക്കാരൻ്റെ വൈകൃതം നിറഞ്ഞ പെരുമാറ്റവും വ്യക്തമായിരുന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും തെളിവ് സഹിതം ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ളൊരു മാനസികാവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചിത്രീകരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഒരു തെളിവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പോലീസിൽ പരാതി നൽകേണ്ടതാണ്. ഇത്തരത്തിൽ ഒരാൾക്കും ഇങ്ങനത്തെയുള്ള ദുരനുഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്നല്ലാതെ മറ്റൊന്നും തന്നെ പറയാനില്ല.